എന്റെ സ്നേഹം അടുത്തു വരുന്ന സമയത്ത് അവൻ എന്നെ സന്യാസിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ ബ്രോ ഇവിടെ പ്രശ്നം? നിങ്ങളെ ആധ്യാത്മിക സേവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓഹോ, ശരി. എന്നിട്ട് നാളെ പ്രഭാതത്തിൽ തുടങ്ങി ഹിമാലയത്തിലെ മാനസരോവര നദി വരെ ഒരു പാദയാത്രയ്ക്ക് പോവാ. അതിക്ക് തന്നെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ അതിനൊക്കെ ഉത്തരം പറയും. എന്ത് ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കടമയുണ്ട്. എന്താണെന്ന് പറയൂ. ദൈവം നമുക്ക് കണ്ണ് എന്തിനാണ് തന്നിരിക്കുന്നത്? കാണാൻ വേണ്ടി. റൈറ്റ്. പിന്നെ വായി സംസാരിക്കാൻ വേണ്ടി. എക്സാക്ട്ലി. അപ്പോ ദേഹത്തുള്ള ഓരോ സാധനങ്ങൾക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ വെറുതെ ഒരു സാധനം നമുക്ക് വെറുതെ തരില്ലല്ലോ. ഗോട്ട് ഇറ്റ്? സോ ദൈവത്തിന് 2 ഭാര്യ 4 മക്കൾ എന്നുള്ളപ്പോൾ നമുക്ക് മാത്രം എന്തിനാണ് സന്യാസം? എത്രയോ കാര്യങ്ങൾ പറയുന്ന പല ആൾക്കാർക്കും കല്യാണം ആകുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? ജീവിതകാലം ബ്രഹ്മചര്യ ആകണോ? ഇല്ല, അതൊന്നും വേണ്ട. സന്ധ്യാവന്ദനത്തില് സന്ധ്യയുണ്ട്, പഠിക്കുന്ന വേദനത്തില് വേദയുണ്ട്, ഇരിക്കുന്ന പത്മാസനത്തില് പത്മയുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്താ ഉള്ളത്? ഒരു കോപ്പുമില്ല. അപ്ഡേറ്റ് ആകെ ബ്രോസ്. No! ഇനി രാമന് മഠത്തില് നോ എൻട്രി. നമ്മുടെ പ്രണയത്തിന് ലൈൻ ക്ലിയർ ആയി. അവനെ എനിക്ക് കിട്ടിയച്ചാ. ചേട്ടാ, ഇവനാണ് ഫേസ്ബുക്കിലിട്ട് ചേട്ടനെ ട്രോൾ ചെയ്ത്. മാത്രമല്ല ഭരണകക്ഷിയിലെ മന്ത്രിയായവൻ. അവനല്ല, ഇവനാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ കളിയാക്കിയത്. ആണോ ചേട്ടാ? ചേട്ടാ, ഇവരാരുമല്ല, ഇവനാണ്. എന്താ ചെയ്ത്? ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. നീ ഫ്രോഡ് നമ്പർ 1, അവർ ഫ്രോഡ് നമ്പർ 2. നിനക്ക് കേട്ടെന്നാ ഒന്ന്. സാറേ, IP അഡ്രസ് വെച്ച് അവനെ കണ്ടുപിടിക്കാൻ സാറേ. അവനെ എനിക്ക് കിട്ടിയേ മതിയാകൂ അച്ഛാ. എന്താ മോളെ, അവൻ രാത്രിയൊക്കെ സ്വപ്നത്തിൽ ഒന്ന് ശല്യം ഉണ്ടാക്കുന്നു. എനിക്ക് ഉച്ചയ്ക്കും വരുന്നു മോളെ. ഇന്ത്യയെ മോഡി നോക്കിക്കോളും. അവന് നിന്റെ ഡാഡി നോക്കട്ടെ. നാളെ നിന്റെ അച്ഛനും അവനും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മോളെ. എന്റെ ചേട്ടൻ ഒരു മാന്യനാ, പക്ഷെ ഇവനാണെങ്കിൽ മാലിന്യം. തീർച്ചയായിട്ടും രണ്ടുപേരും വഴക്കുണ്ടാക്കും. ഞാൻ സ്വസ്ഥമായിട്ടിരിക്കും. आलमा डोलमा ऐसा लंगड़ी मालमा तेजी गली जिन्हें क्रैकी उठा सालमा अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेल लोकले ബക്കറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. പ്രഭുദാസ്, കരയരുത്, കൺട്രോൾ ചെയ്യണേ.
എന്റെ മോളെ ഇവൻ എന്റെ അടുത്തൊന്ന് പറിച്ചു കൊണ്ടുപോകുന്നാണല്ലോ തോന്നുന്നത്. മിസ്റ്റർ, സർ. ഐ എം എ സർജൻ, യെസ് സർ. ബ്രെയിൻ സർജൻ. അറിയാം സർ. 2 മിനിറ്റ് കൊണ്ട് നിന്റെ ബ്രെയിനിലെ ലവ് ഒക്കെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ സർ. നീ ഇപ്പൊ എന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോളെ നീ മറന്നിരിക്കുന്നു, 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 മറന്നിരിക്കുന്നു. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഐ ലൈക്ക് ദാറ്റ് ആന്റി. ഡാഡി, നീ വീണ്ടും മറന്നിരിക്കുന്നു, മറന്നുപോയി, 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 മറന്നുപോയി. അവളെ മറന്നുപോയല്ലോ. മറന്നുപോയി സർ. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഐ ലൈക്ക് ദാറ്റ് ഫാറ്റ് ആന്റി. യെസ്. ഡാഡി, എന്റെ അമ്മോ, നീ ഇപ്പോൾ ഇവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഐ ലവ് ഹാപ്പി അങ്കിൾ. ഐ ലവ് ഹാപ്പി. ആരാടോ താൻ? സൈക്യാട്രിസ്റ്റിന് വരെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. എടോ ഹേമ, അവൻ കാരണം എന്റെ ശരീരം തന്നെ ചൂടായി. ആ ടെൻഷൻ ഞാൻ ഇപ്പോഴാണ് റിലീവ് ആകുന്നത്. ഡോക്ടർ ചേട്ടാ, ചർച്ചിലെ കല്യാണം ചേട്ടോ. എടാ മോനെ, നിന്റെ സ്റ്റാറ്റസ് എന്തുവാ, എന്റെ സ്റ്റാറ്റസ് എന്തുവാ? അങ്കിളുടെ സ്റ്റേറ്റസ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ സ്റ്റേറ്റസ് ഹായ് ദേർ ഐ എം യൂസിങ് വാട്സ്ആപ്പ്. പറയങ്കിൾ, ഇവനെ തീർത്തേക്കാം. ഇവന് ഞാൻ അങ്ങോട്ട് അവന്റെ കഥ കഴിക്കാന്നാണ് പറയുന്നേ. ഓ, ഉറപ്പാണല്ലോ. സ്റ്റേറ്റസ് ആണത്, സ്റ്റേറ്റസ്. നൈന, ലാസ്റ്റ് പഞ്ച് പറഞ്ഞ. ഇതൊരു വേസ്റ്റ് ഫാമിലി, ഇതിന് പഞ്ച് വേറെ വേണോ? വാ. എന്റെ ഈശ്വര. ഡാഡി, അച്ഛാ, പ്രഭുദാസ്, ഗോ ടു ക്രൈയിങ് റൂം ചേട്ടാ. യൂത്ത് ഐക്കോൺ അഭിരാമോ? ഈ കള്ള റാസ്കൾ യൂത്തിന് ഐക്കോണോ? It's okay, no problem, no problem. മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. പേടിക്കണ്ട, പേടിക്കണ്ട. It's okay, don't worry. എമർജൻസിയാ, ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യ്. Okay, sir. Please, 2 lakhs കൗണ്ടറിൽ അടിച്ചേക്ക്. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്തേക്ക്. ക്യാഷ് എന്റെ ഹസ്ബൻഡ് കൊണ്ടുവരുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ഒന്ന് തുടങ്ങണം. ചെയ്യാൻ കഴിയില്ല മാഡം. അങ്ങനെയെങ്കിൽ ഈ ഗോൾഡ് മുഴുവൻ എടുത്തോളൂ. ഇവിടെ ഈ ഭാഗത്ത് മുത്തൂറ്റ് ഫൈനാൻസ് ഉണ്ട്, അവിടെയാണെങ്കിൽ മണപ്പുറം ഗോൾഡ് ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം അവിടെ കൊണ്ടു കൊടുക്കൂ. ചിട്ടി, ചിട്ടി, ചിട്ടി. ഡോക്ടർ, ഡോക്ടർ, ഇതാ, ഇപ്പോഴെങ്കിലും ട്രീറ്റ്മെന്റ് തുടങ്ങൂ. എന്റെ കുഞ്ഞിനെ പേടിയൊന്നുമില്ല, രക്ഷിക്ക്. ഞങ്ങൾ എത്തില്ല. അയ്യോ, മോളെ. സോറി അമ്മ, നിങ്ങൾ ലേറ്റ് ആയിട്ടാ കൊണ്ടുവന്നത്. ചിട്ടി, മോളെ, 2 ലക്ഷം രൂപ വേണ്ടി എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നല്ലോ. സർ, എത്ര ചെലവായാലും സാരമില്ല, ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെയാണ് സാർ മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാ? അപ്പൊ ജീവനോടുള്ളപ്പോ എന്തിനാ കൊന്നത്? അവരോട് എന്തിനാ സാറേ സംസാരിക്കുന്നത്? കൊച്ചു കുട്ടിയാ സാറേ അവള്. മീഡിയക്കാര് വന്നു.